അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നത് വേറൊന്നുമില്ല, എൻ്റെ കണ്ണ് കാണിച്ച് തരാനാണ് കേട്ടോ. അപ്പോൾ കണ്ണ് എഴുതാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് മുതലേ ഞാൻ നല്ലപോലെ കണ്ണെഴുതി നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ അടിയിൽ കണ്ണെഴുതാൻ ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടാണ് അടിയിൽ കണ്ണെഴുതാതെ ഐലൈനർ മുകളിൽ മാത്രം ഫില്ല് ചെയ്തിട്ട് ഞാൻ പോവാറ്. അപ്പം നമുക്ക് ഭംഗിയിൽ എങ്ങനെ കണ്ണെഴുതാം, എനിക്ക് ഭംഗിയായിട്ട് ഞാൻ എഴുതുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതായത് ഞാൻ കണ്ണിലൊന്നും ചെയ്തിട്ടില്ല. കണ്ണിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ മാത്രമേ ഇടുന്നുണ്ട് കേട്ടോ. അതിട്ടിട്ട് ഞാൻ വെറുതെ വരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇത് ചെറിയ രീതിയിൽ ഞാൻ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട് കേട്ടോ, കുഞ്ഞായിട്ട്. നമ്മളിപ്പോൾ വെള്ളടത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണെഴുതാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനൊരു, ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര തിന്നായിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ, ഇതിൻ്റെ ഒരു ആപ്ലിക്കേറ്റർ. നമുക്കൊന്ന് എഴുതാം. ആദ്യം ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് മുതലാണ് കേട്ടോ തുടങ്ങുക. കുഞ്ഞിതായിട്ട് എഴുതുള്ളൂ കേട്ടോ, ഒരു കുഞ്ഞു വാല് പോലെ ഇങ്ങനെ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാമറയിൽ നോക്കിയിട്ട് എനിക്ക് ഈ പരിപാടി അറിയാൻ പാടില്ല. ഒരു മിറർ കൊണ്ടുവന്ന് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. വെയിറ്റ്, ഞാൻ ഒരു മിറർ കൊണ്ടുവരും. അപ്പോൾ അതാ ഞാൻ മിറർ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് മിറർ ഇല്ലാണ്ട് എനിക്ക് ക്യാമറ നോക്കി ചെയ്യുമ്പോൾ എനിക്കൊരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മിറർ കൊണ്ട് എഴുതാമെന്ന്. ആദ്യം ഒന്ന് മുകളിൽ മാത്രം ഒന്ന് നമ്മൾ ഫുള്ള് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ സാധാ എഴുതുന്ന രീതിയിൽ ഇങ്ങനെയാണോ നമ്മൾ ഐലൈനർ എഴുതുക. ഞാൻ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാനൊന്നുമല്ല, ഇങ്ങനെ ഞാൻ തന്നെ ഒരു എന്താ പറയുക, ഔട്ട്ലൈനൊന്നും വരയ്ക്കില്ല, നേരെ താഴെ നിന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്യും. പിന്നെ ഈ ഒരു കോർണർ ഭാഗത്തിൻ്റെ ഇവിടേക്ക് ഇങ്ങോട്ട് കുറച്ച് നീട്ടും കേട്ടോ. കണ്ടോ, ഇവിടെ വരെ ഞാൻ നീട്ടിയിട്ട് എഴുതും. പിന്നെ ഇച്ചിരി അങ്ങോട്ട് പാലിടും കേട്ടോ. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നമ്മൾ ചെയ്യാം. അപ്പോൾ അതാ രണ്ട് ഭാഗത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നല്ല തിന്നായിട്ടുള്ളത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇങ്ങനെ വാങ്ങുക. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നേരെ നമുക്കിങ്ങനെ എഴുതി പോകാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് താഴെ ഈ വാട്ടർ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ താഴെയാണ് ഇനി ഞാൻ എഴുതാൻ പോകുന്നത് കേട്ടോ. അത് ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. ഞാൻ പണ്ട് മുതലേ അങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അയ്യോ, മിറർ നിലത്ത് വീണു. ഇതുള്ള എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഞാൻ താഴെ ഉണ്ടോ, കാണുന്നുണ്ടോ? അങ്ങനെയാണ് നമ്മൾ എഴുതാം കേട്ടോ. ഇവിടം വരെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നീറും കേട്ടോ. നമുക്ക് ഇവിടെ വാട്ടർ ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വാട്ടർ ലൈനിൻ്റെ തൊട്ട് താഴെയും അതുപോലെ നമ്മുടെ ഈ ഐലാഷസ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുകളിലുമായിട്ട് നമ്മൾ എഴുതാം. കണ്ടോ? അപ്പോൾ എന്നിട്ട് ഇവിടെ ഞങ്ങൾ കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും യോജിപ്പിക്കാം. വാലിട്ടിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ചെയ്യാം കേട്ടോ. രണ്ട് കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് തിക്കായിട്ട്, ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ ഇപ്പോൾ വാട്ടർ ലൈനിൻ്റെ താഴെയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഐലാഷസിൻ്റെ മുകളിലായിട്ടല്ല എഴുതിയത്. ഇനി ഐലാഷസിൻ്റെ താഴെയായിട്ട് കുറച്ച് എഴുതാം കേട്ടോ. കുറച്ച് നല്ലപോലെ ലൈറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് കട്ടിയിൽ ഇത് നിൽക്കും കേട്ടോ. കാണണേ, കണ്ടോ? താഴെച്ചിരി കട്ടിയിൽ നിന്നില്ലേ? അതാ ഇങ്ങനത്തെ തിന്നായിട്ടുള്ള ആപ്ലിക്കേറ്റർ വാങ്ങണമെന്ന് പറയണേ. സില്ലറിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെ ഇച്ചിരി കട്ടിയായില്ലേ. അപ്പോൾ ഈ പരിപാടി, നമ്മുടെ ഐലൈനറിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ അടച്ചു വെക്കാം. ഈ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊന്ന് ഉണക്കുക കേട്ടോ. ഒരു 2 സെക്കൻഡ് കണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഏത് കൺമഷിയാണോ ഉള്ളത്, എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ഈ കൺമഷിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു പച്ച കവറിൽ കിട്ടുന്ന ഐടെക്സ് ആണോ എന്നിട്ടാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. ആ ഒരു കൺമഷി ഞാൻ അങ്ങനെ കൈകൊണ്ട് അങ്ങനെ എടുക്കും. നല്ല എന്താ പറയുക, ഭംഗിയായിട്ട് നമുക്കിരിക്കും. പിന്നെ പരക്കൂല്ലേ ഇങ്ങനെ ഐലൈനർ എഴുതിയ കാരണം. എന്നിട്ട് ഇതേ കണ്ണിൽ ഇതിങ്ങനെ എഴുതാം. മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. മുകളിൽ ഉണങ്ങണം കേട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഐലൈനർ നല്ലപോലെ പരക്കും. മുകളിലെ ആ വാട്ടർ ലൈനിലും നമ്മൾ എഴുതുക. താഴെ ഇങ്ങനെ നല്ല പോലെ എഴുതുക. നല്ല കട്ടിയായില്ലേ?
അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാജൽ വെച്ചിട്ടായാലും യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ കൺമഷിയാണ് കൂടുതൽ ഇഷ്ടം. നല്ല ബ്ലാക്കായിട്ട് കാണാൻ പറ്റും. ഞാൻ പണ്ട് മുതലേ ഈ ഒരു കൺമഷി ഉപയോഗിച്ച് ശീലമായി. അപ്പോൾ നല്ല തിക്കായിട്ട് മാറിയില്ലേ. ഇനിയാണ് നമ്മൾ മസ്കാര ഇടേണ്ടത് കേട്ടോ. ഞാൻ ഒരു മസ്കാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി കഴിഞ്ഞ് ഫിനിഷായിട്ടോ. നല്ലപോലെ മസ്കാരയും കൂടി അപ്ലൈ ചെയ്യാം. മസ്കാര കഴിഞ്ഞു തുടങ്ങി തോന്നുന്നുണ്ട് അല്ലേ. ഈ ഭാഗത്തൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല വിടർന്നിട്ട് കണ്ടിരിക്കും. പിന്നെ താഴെയും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക. താഴത്തെ ഐലാഷസിലും എനിക്ക് കുറവാണ്. പിന്നെ നമ്മൾ ഐഷാഡോ ഇടുമ്പോൾ താഴെ ഈ ഒരു ഭാഗത്തും കൂടി അപ്ലൈ ചെയ്യുക. അപ്പോൾ കണ്ണിങ്ങനെ എന്താ പറയുക, കുറച്ചിങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്ന പോലെ ഒരു ഫീൽ വരും. എനിക്ക് എന്താ പറയുക, ആ ഒരു ഭാഗം പൊന്തിയിട്ടല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എക്സസ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടച്ച് കളയാം. എനിക്ക് വാലെന്തോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇട്ടത്. വാല് വേണ്ട, വാലില്ലാത്തല്ലേ ഭംഗി. ഇങ്ങനെയാണ് എഴുതുമ്പോൾ ഞാൻ വാലിടാറില്ല. മുകളിൽ മാത്രം എഴുതുമ്പോൾ മാത്രമേ ഞാൻ വാല് ഇടാറുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല പോലെ ബ്രൈറ്റായിട്ട് കണ്ണിങ്ങനെ കാണണം, അങ്ങനെ എഴുതി പോകാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ പണ്ട് മുതലേ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതലേ ഇങ്ങനത്തെ ഒരു കണ്ണെഴുത്താണ് ഞാൻ പൊതുവിലേ ചെയ്യാറ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇല്ല എന്നുള്ളൂ. കാരണം ഇത് തുടച്ച് കളയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.